ബസിന്റെ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി മരണപ്പെട്ട വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സംഘടന. കോട്ടയം ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ ജേക്കബാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ചെങ്ങന്നൂർ ഒരു കോളേജ് ബസിന്റെ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ഇന്നലെ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സംഘടന 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയത്. ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം എത്ര പണം നൽകിയാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ഒരു കാരണവശാലും നികത്താൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും നിലവിലെ അവസ്ഥയിൽ ആ കുടുംബത്തെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ് ഈ സംഘടന കൈമാറിയ ആ പണം. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് AR രാജൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലേ? അതെ, 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമ്മുടെ സംഘടനയുടെ ചങ്ങനാശ്ശേരി യൂണിറ്റ് അംഗം കുഞ്ഞുമോൻ ജേക്കബ് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു വാഹനം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പുതിയതായി നടപ്പാക്കിയ ഒരു പദ്ധതി, ഒക്ടോബർ 1 തൊട്ട് പ്രാബല്യത്തിൽ വന്ന ഒരു പദ്ധതി പ്രകാരം ഒരു സംഘടനാ അംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ അവർക്ക് സഹായമായി നൽകുന്ന ഒരു പദ്ധതി. മരണം ഒരിക്കലും നമുക്ക് പരിഹരിക്കാനാവുന്ന, അല്ലെങ്കിൽ മരണം കൊണ്ടുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാവുന്നതല്ലെങ്കിലും ഞങ്ങളാലാകുന്ന, സംഘടനയ്ക്കാകുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ്. കൃത്യമായി വളരെ ബുദ്ധിമുട്ടുകൾ പലരുടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. 10 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്ന പദ്ധതി പ്രകാരം ഞങ്ങൾ ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ ആ തുക കൈമാറി. ഈ കഴിഞ്ഞ ഒക്ടോബർ 1 തൊട്ട് പ്രാബല്യത്തിൽ വന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഈ പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ 10 ലക്ഷം രൂപ വീതം കൊടുത്ത് 2,30,00,000 രൂപ ഞങ്ങളങ്ങനെ കൈമാറി ഒരു കരുതൽ നടപടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 മാസം കൊണ്ട്, ഈ പദ്ധതി ആരംഭിച്ചത് ഒക്ടോബർ 1 തീയതിയാണെന്ന് പറയുന്നു. ഈ 2 മാസം കൊണ്ട് നിങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള 23 ആളുകൾ സംസ്ഥാനത്താകമാനം മരണപ്പെട്ടു. 23 പേർക്കും കൂടി 10 ലക്ഷം വീതം 2,30,00,000 രൂപ 2 മാസം കൊണ്ട് കൊടുത്തു. തീർച്ചയായിട്ടും 2,30,00,000 രൂപ 23 കുടുംബങ്ങൾക്കായിട്ട് കൃത്യമായി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മരണപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ, ആർക്കും 11ാമത്തെ ദിവസമായിട്ടില്ല, കൃത്യമായി ആ 10 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സർക്കാരുകൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇത്രയും ഭീമമായ ഒരു തുക നിങ്ങൾ കണ്ടെത്തുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് ഇതിൻ്റെ അഡ്മിഷൻ ഫീസായി ഒരു 2,000 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ 2,000 രൂപ വെച്ചുള്ള തുക 4 കോടി രൂപ ആദ്യം നോർത്തിലേക്കുള്ള ആളുകളായിട്ട് ചേർന്നിട്ടുള്ള ആളുകളുടെ 20,000-ലധികം ആളുകൾ ചേർന്നിട്ടുണ്ട്. അവരുടെ 4 കോടി രൂപ FD ആയിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഓരോ അംഗവും 1000 രൂപ വെച്ച് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അവർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഓൺലൈനിലൂടെ അവർക്ക് അടയ്ക്കാൻ കൃത്യമായി, അത് മൊബൈൽ ആപ്പിലൂടെ അതിൽ കൃത്യമായി തന്നെ അവർക്ക് ആ പണം അടയ്ക്കുക. 1000 രൂപ അടച്ചുകൊണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ 50 രൂപ വീതം അതിൽ നിന്ന് കുറയും.